അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏഴാമത്തെ യൂണിറ്റ് നസറുദ്ദീൻ ജുഹയുടെ ഒരു കഥയാണ്. അറബി സാഹിത്യത്തിലും മറ്റുമൊക്കെ വളരെ പ്രശസ്തമായ ഹോജ കഥകൾ എന്ന് പറയപ്പെടാറുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ചില തമാശ രൂപേണയുള്ള തഗ് മറുപടികൾ അല്ലെങ്കിൽ ചില ചിന്തിപ്പിക്കുന്ന പ്രയോഗങ്ങൾ, ഇതിലൂടെയൊക്കെ അറബി കഥകളിൽ വളരെ പ്രശസ്തനാണ് ഹോജ. ചിലയിടത്ത് ജുഹ എന്ന് കാണും, നമ്മൾ ഹോജ കഥകളെന്ന് പറയാറുണ്ട്. അതുപോലെ നാടോടി കഥകളിലും നമ്മൾ കേൾക്കാറുണ്ട്. ഏതായാലും ഖസസും മിൻ ജുഹ, നമ്മൾ അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പ്രാഥമികമായ അറബി ഭാഷയുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ വളരെ നോട്ട് ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഖസസുൻ, ഖിസ്സത്ത് എന്നതിൻ്റെ ബഹുവചനമായിട്ടാണ് ഖസസ് ഉപയോഗിക്കുന്നത്. ഖസസും മിൻ ജുഹ, ഖിസസ് എന്നും പറയും. ജുഹ കഥകൾ. ജുഹ വ സൗബുഹു, ഒന്നാമത്തത് ജുഹയും ജുഹയുടെ വസ്ത്രവും. ഖറജ ജുഹ മിൻ ബൈത്തിഹി ലിയഅമല ഫി മസ്റഅത്തിഹി, ജുഹ വീട്ടിൽ നിന്നും തൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദം മസ്റഅത്ത് എന്ന, സറഅ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്നാണ് അർത്ഥം. ഭാഷയിൽ മുഷ്തഖായ ചില രൂപങ്ങൾ വരാറുണ്ട്, അഥവാ മസ്തറിൽ നിന്നും എടുക്കപ്പെട്ട് വിവിധ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ചില പദങ്ങൾ. സറഅ കൃഷി ചെയ്തു, മസ്റഅ കൃഷിയിടം. അപ്പോൾ ഖറജ ജുഹ മിൻ ബൈത്തിഹി ലിയഅമല ഫി മസ്റഅത്തിഹി, തൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ജുഹ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വഇന്ദമാ ആദ ഫിൽ അസ്രി ഇലൽ ബൈത്തി കാന മുതഅബൻ, വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ജുഹ ക്ഷീണിതനായിരുന്നു. അവിടെ ഇന്ദമ ഇങ്ങനെ മടങ്ങിയപ്പോൾ, അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ, ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നർത്ഥം. കാന മുതഅബൻ, ഹി വാസ് ടയേർഡ്, അദ്ദേഹം ക്ഷീണിതനായിരുന്നു. തൈബ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു, നമുക്കറിയാലോ. വഖദ് അസ്ബഹ സൗബുഹു വസഹൻ, തൻ്റെ വസ്ത്രത്തിൽ ചളി പുരണ്ടിരുന്നു. ഫക്കാലത്ത് ലഹു സൗജത്തുഹു, ഇത് കണ്ട ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു. ഫക്കാലത്ത് ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, സൗജത്തുഹു തൻ്റെ ഭാര്യ. അപ്പോൾ ഭാര്യ മൂപ്പരോട് പറഞ്ഞു എന്നർത്ഥം. യഹല സൗബക്ക ലിയുനല്ലിഫഹു ലക്ക മിന തുറാബി വത്തീൻ, മണ്ണിൽ നിന്നും ചളിയിൽ നിന്നും വൃത്തിയാക്കണം, എനിക്കത് നിങ്ങൾ ഊരിത്തരൂ. യഹല സൗബക്ക, വസ്ത്രം ഊരിത്തരൂ. ലിയുനല്ലിഫഹു ലക്ക മിന തുറാബി വത്തീൻ, മണ്ണിൽ നിന്ന് അത് വൃത്തിയാക്കാൻ. അപ്പോൾ ആ വസ്ത്രം ഇങ്ങ് തരൂ, ഞാൻ കഴുകിയിടാം എന്നർത്ഥത്തിൽ ഭാര്യ പറഞ്ഞു. ഖല ജുഹ സൗബഹു ഫവസലത്തുഹു സൗജത്തുഹു, ജുഹ വസ്ത്രം ഊരി, ഫവസലത്തുഹു സൗബത്തുഹു, വസ്ത്രം ഊരി അത് വൃത്തിയാക്കി കൊടുത്തു. വസല കഴുകി അർത്ഥം, സൗജത്ത് കഴുകി. അവിടെ ശ്രദ്ധിക്കേണ്ടത് സൗജത്ത് എന്ന് പറഞ്ഞപ്പോൾ വസലത്ത് എന്ന് പറഞ്ഞു. വ അല്ലഖത്ത്, അല്ലഖത്ത് അവിടെ മുഅന്നസിന് വേണ്ടി അല്ലഖത്ത് ഉപയോഗിച്ചു. ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ. അല ഹബിലിൻ ഫി ഹദീഖത്തിൽ ബൈത്തി, വീട്ടിലെ തോട്ടത്തിൽ, വീടിനോട് ചേർന്നുള്ള തോട്ടത്തിൽ ഒരു കയറിൽ അത് ഉണങ്ങാനിട്ടു. കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടു. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി തനാവല ജുഹ ഗദാഅഹു സുമ്മ നാമ നൗമൻ നമീഖൻ ഫി താബിൽ അമൽ. തനാവല ജുഹ ഗദാഹു, ജുഹ തൻ്റെ ഭക്ഷണം കഴിച്ചു. ഗദാവ് നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്നതിന്, ഡിന്നറൊക്കെ കഴിക്കുന്നതിന് തനാവല ഗദാവ് എന്ന് ഡിന്നർ കഴിച്ചു. പിന്നെ സുമ്മ നാമ നൗമൻ നമീഖൻ മിൻ താബിൽ അമൽ, ജോലി ക്ഷീണം കാരണം ഗാഠമായി ഉറങ്ങി. അമീഖ് എന്ന് പറഞ്ഞാൽ, നൗമുൻ അമീഖ് എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര. നാമ നൗമൻ അമീഖൻ, ഗാഠമായി ഉറങ്ങി. മിൻ താബിൽ അമലി, തൊഴിലിനാൽ അല്ലെങ്കിൽ ജോലിയാലുള്ള ക്ഷീണത്താൽ, ജോലി ചെയ്ത് ക്ഷീണം ചെയ്തതിനാൽ, ക്ഷീണം വന്നതിനാൽ. വഫിൽ ലേലി ഹബ്ബത്ത് റിയാഹുൻ ഷദീദ, രാത്രിയിൽ അതിശക്തമായ കാറ്റടിച്ചു. വ അഖദത്ത് തഹുദുൽ അഷ്ജാർ, കാറ്റ് മരങ്ങളെ പിടിച്ചു കുലക്കി. തഫ്തഹുൽ അബുവാബ വന്നവാഫിയ വ തോലിഖുഹാ ബിഖുവ്വത്തിൻ, കാറ്റ് ശക്തിയായി അടിച്ചു. അങ്ങനെ വാതിലുകളെ തുറന്നും അടച്ചും കൊണ്ട്, വാതിലുകളെയും ജനങ്ങളെയും തുറന്നും അടച്ചും കൊണ്ടിരുന്നു. ഫതഹ തുറന്നു എന്നാണെങ്കിൽ അതിൻ്റെ വിപരീതമാണ് അഗലക്ക എന്ന് അർത്ഥം. അത് തോലിഖു എന്ന് പറഞ്ഞാൽ അഗലക്ക എന്നുള്ളതിൻ്റെ മുലാരി. അപ്പോൾ അവിടെ ഒരു വിപരീത പദം വന്നു. അതും നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫതഹ തുറന്നു, അഗലക്ക അടച്ചു. അങ്ങനെ ഇസ്തയഖദ ജുഹ മിൻ നൗമിഹി ഖായിഫൻ, ഭയന്ന് കൊണ്ട് ജുഹ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു.
വൈക്കല സൗജത്തഹു വക്കാലഹ, ഭാര്യയെയും ഉണർത്തി ഭാര്യയോട് പറഞ്ഞു. യൂജദു ലിസ്സുൻ ഫിൽ ഹദിയഖ, യൂജദു ലിസ്സുൻ ഫിൽ ഹദിയഖ യുരീദു ദുഖൂൽ അൽ ബൈത്ത് അയിന ബുന്ദുഖിയത്തി. തോട്ടത്തിലൊരു കള്ളനെ കാണുന്നു. യുരീദു ദുഖൂൽ അൽ ബൈത്ത്, അവൻ വീട്ടിൽ പ്രവേശിക്കാൻ കരുതുന്നു. അയിന ബുന്ദുഖിയത്തി, വേർ ഇസ് മൈ ഗൺ, എൻ്റെ തോക്കെവിടെ. അപ്പോൾ ജുഹ ഭാര്യനെ വിളിച്ച് എത്തിയിട്ട് പറയാണ്, പെട്ടെന്ന് നീക്ക്, ഏതൊരു കള്ളുണ്ട് തോട്ടത്തിൽ, അയാൾ വീട്ടിൽ കയറാനുള്ള ശ്രമത്തിലാണ്, എവിടെ എൻ്റെ തോക്കെടുക്കുക. കാലത്ത് സൗജ ഇൻതദിർ കലീലൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഹത്ത തതക്കത്, നമ്മൾ ഉറപ്പിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ് ആ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കള്ളൻ എന്നെന്ന് ഉറപ്പിക്കട്ടെ. കാല ജുഹ അലാ തസ്മഈന ഇന്നഹുൽ ആൻ യക്സുൽ ബാബ, നീ കേൾക്കുന്നില്ലേ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തസ്മഈന, തസ്മൗ യസ്മൗ എന്ന മുളാരിയായ ഫീലിൻ്റെ അങ്ങനെ സർഫാക്കി യസ്മൗ യസ്മാനി യസ്മഊന തസ്മൗ തസ്മാനി അങ്ങനെ പോവല്ലോ. യസ്മാന അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു അൻതി എന്ന് ഒരു സ്ത്രീയോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ക്രിയാരൂപത്തിൽ വരുത്തിയ ഒരു മാറ്റത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കുക. അലാ തസ്മഈന, അപ്പോൾ ഭാഷയിൽ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ, പുരുഷനോട് ചോദിക്കുമ്പോൾ അലാ തസ്മാഉ എന്ന് ചോദിച്ചാൽ മതി. ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ അലാ തസ്മഈന എന്ന് ചോദിക്കണം. ഇന്നഹുൽ ആന യക്സുറുൽ ബാബ, ഇപ്പോൾ വാതിൽ പൊളിച്ചു കളയും, കസറ തന്നെ പൊട്ടിച്ചു എന്ന്. ഹയ്യ അസ്രായി കമോൺ ഹറിയപ്പ്, ഹയ്യ കമോൺ എന്നുള്ള അർത്ഥത്തിൽ. അസ്രീ എന്ന് പറഞ്ഞാൽ ഹറിയപ്പ്. അവിടെ അതെ ഒരു പുരുഷനോട് അമ്രഫീൽ ഉപയോഗിക്കുകയാണെങ്കിൽ അസ്രി എന്ന് പറഞ്ഞാൽ മതി, സ്ത്രീയോടായതുകൊണ്ട് അസ്രി എന്ന് പറഞ്ഞു. വഹാത്തി എന്ന് പറഞ്ഞാൽ മതി പുരുഷനോടാണെങ്കിൽ. വഹാത്തിൽ ബുന്ദുഖിയ, വഹാത്തി അൽ ബുന്ദുഖിയ, ബ്രിങ് മൈ ഗൺ, എൻ്റെ തോക്ക് കൊണ്ടുപോവാം. അഹ്ലറത്തി സൗജ അൽ ബുന്ദുഖിയ ഫഅഖദ മിൻഹ, അഹ്ലറത്തി സൗജത്തു അൽ ബുന്ദുഖിയ, സൗജത്ത് അവിടെ തോക്ക് കൊണ്ടുവന്നു. ഫഅഖദഹ മിൻഹ, അവളിൽ നിന്ന് ജുഹ അത് സ്വീകരിച്ചു. അപ്പോൾ ഭാര്യ തോക്ക് കൊണ്ടുവന്നു, ഭർത്താവ് അത് സ്വീകരിച്ചു. വഖാല ഉരീദു അൻ അറ അൽ ലിസ്സ ഖബല അൻ യറാനി ഹത്താ ലാ യഖ്തുലനി ഔ യഹ്റുബ, എനിക്ക് ആദ്യം കള്ളനെ കാണാം, കള്ളൻ എന്നെ കാണുന്നതിന് മുമ്പ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഹത്താ ലാ യഖ്തുലനി, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊല്ലില്ല. ഔ യഹ്റുബ, അല്ലെങ്കിൽ യഹ്റുബ, അല്ലെങ്കിൽ ഓടിയകലും. അപ്പോൾ കള്ളനെ ആദ്യം നമ്മൾ കള്ളനെ, അയാൾ ഇങ്ങോട്ട് കാണുന്നതിൻ്റെ മുന്നേ കള്ളനെ നമുക്ക് കണ്ട് അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം. ഖാലത്ത് സൗജത്തുഹു തഹറക് യാ ജുഹ ബിബുത്തൈൻ നഹ്വൻ നാഫിദ, തഹറക് യാ ജുഹ, ജുഹ നടക്കൂ, ബിബുത്തൈൻ സാവധാനം, നഹ്വൻ നാഫിദ ജനലിൻ്റെ ഭാഗത്തേക്ക് സാവധാനം നടക്കൂ. സുമഫ്തഹ ബിഹുദു ഇൻ, പിന്നെ വെല്ലെ ജനലെ തുറക്കൂ. മല്ലൂർ ഫിൽ ഹദീഖ, എന്നിട്ട് തോട്ടത്തിലേക്ക് നോക്കൂ. ഫൈദാർ ഐത്തല്ലിസ ഫാത്തിലഖ് അലൈഹിന്നാർ, കള്ളനെ കണ്ടാൽ വെടിയുതിർക്കൂ. അതിലഖ് അന്നാർ എന്ന് പറഞ്ഞാൽ വെടിയുതിർത്തു, അതിലഖ് അന്നാർ എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കൂ. കാല ജുഹ ഫിക്ര ഹസന, ഓഹ് നല്ലൊരു ചിന്ത, ഗുഡ് തോട്ട്സ്. വലാക്കിൻ സീരി ഹൽഫി ലി ഹിമായത്തി, പക്ഷേ ജിൻ്റെ പിന്നിലടക്കൂട്ടോ. വലാക്കിൻ പക്ഷേ സീരി നീ നടക്കൂ, ഹൽഫി എൻ്റെ പുറകിൽ, ലി ഹിമായത്തി ടു മൈ പ്രൊട്ടക്ഷൻ, എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നീ എൻ്റെ പുറകിൽ നടക്ക്. ഇത്തജഹ ജുഹ നഹവൻ നാഫിദ, ജുഹ ജനലിനു നേരെ സഞ്ചരിച്ചു. വഫതഹ ബിഹുദ്ഇൻ, ശാന്തമായി ജനൽ തുറന്നു. വനളറയിലൽ ഹദീഖ, തോട്ടത്തിലേക്ക് നോക്കി. കാനൽ ലലാമു ഷദീദൻ, ഇരുട്ട് ശക്തമായിരുന്നു. റഅ ജുഹ ജിസ്മൻ കബീറൻ വസ്തല്ലലാം, ഇരുട്ടിന് മധ്യേ ജുഹ ഒരു ശരീരം കണ്ടു. യതഹറക്കു വയതമായലു, ആ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. ഫഖാല ലി സൗജത്തിഹി ഇന്നഹു ലഹ്മുൽ ജിസ്മി കബീറുൻ ജിദ്ദ, ഭാര്യയോട് പറഞ്ഞു, വിചാരിക്കണ മാതിരിയല്ല കേട്ടോ, കള്ള നല്ല തടിയുണ്ട്. ലഹ്മുൽ ജിസ്മ്, ശരീരം നല്ല തടിയുള്ള ആളാണ്. കബീർ ജിദ്ദൻ, നല്ല വലുപ്പമുള്ള ആളാണ്. ഖാലത്ത് സൗജത്തുഹു, ഭാര്യ പറഞ്ഞു, ഹയ്യാ ജുഹ അത്രിഖ് അലൈഹിന്നാർ, അതെ അതെ ജുഹ വെടിയുതിർക്കൂ, അത്രിഖ് അലൈഹിന്നാർ വെടിയുതിർക്കൂ. മാതാ തന്തളിർ, എന്താ ഇനി നിങ്ങൾ കാത്തു നിൽക്കുക. നമ്മളെ ഇനി ആരെ കാത്തുക്കണത്, ചെയ്തുകൂടണ്ട് കയറിയില്ലേ, അതാണ് മാതാ തന്തളിർ, എന്താണ് താങ്കൾ കാത്തു നിൽക്കുന്നത്. ഹയ്യ ഖബല യഹറം, ഓടി അകലുന്നതിന് മുമ്പ് വെടിവെക്കൂ. അപ്പോൾ ഭാര്യ നന്ന്. അഹ്റജ് ജുഹ ബുന്ദഖിയത്തഹു മിനൻ നാഫിദ, ജുഹ വെടിയുതിർത്തു ജനലിൻ്റെ ഉള്ളിലൂടെ. വാതില ഖറസാസ്, വെടിവെച്ച. അപ്പോൾ അഹ്റജ ജുഹ ബുന്ദഖിയത്തഹു മിനൻ നാഫിദ, ജനലിലൂടെ തോക്കിൻ്റെ കുഴൽ പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് വാതില ഖറസാസ്, വെടിയുതിർത്തു. അലൽ ജിസ്മില്ലദി റആഹു വസ്തല്ലലാം, ഇരുട്ടിന് മധ്യേ കണ്ട ശരീരത്തിലേക്ക്. സുമ്മ ഖാല വഹു മസ്റൂർ, അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ആ ലഖദ് അസബ്തുഹു, കൊണ്ടുക്കണ്, അഥവാ അത് ഏറ്റിട്ടുണ്ട്. ലം യതഹറക്, അത് ചലിക്കുന്നില്ല. വലം യഹ്ർ, ബോഡിയുമില്ല. ഹയ്യ നെർജി ഇലന്നം വഫിസ് സബാഹ് നറ, വരൂ നമുക്ക് പോയി ഉറങ്ങാം, ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു.
എന്നാൽ ഇനി നമുക്ക് പോയി ഇറങ്ങാം. ബാക്കി കാര്യങ്ങളൊക്കെ സുബീൻ്റെ ശേഷം നോക്കാം. അപ്പോൾ ഇനി സുബീൻ്റെ ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം.